ശിരൂരിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ 11ാം ദിനം. തെരച്ചിലിന് വെല്ലുവിളിയായി പുഴയിലെ കുത്തൊഴുക്കും മഴയും. പുഴയുടെ സാഹചര്യം വിലയിരുത്തി സൈന്യം. ഐബോട്ട് ഡ്രോൺ പരിശോധനയും തുടരുന്നു. ശിരൂരിൽ യെല്ലോ അലർട്ട്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച നടപടിയിൽ ഗവർണർക്ക് സുപ്രീം കോടതി നോട്ടീസ്. നടപടി കേരളം നൽകിയ ഹർജിയിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ നിർദ്ദേശം. വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർ കോടതിയിലേക്ക്. നിയമനത്തിൽ സർവകലാശാലകൾ സഹകരിക്കുന്നില്ലെന്ന് ആരോപണം. സർവകലാശാലകൾ സിൻഡിക്കേറ്റ് പ്രതിനിധികളെ നൽകുന്നില്ല. സെർച്ച് കമ്മിറ്റി സ്റ്റേ ചെയ്ത ഹൈക്കോടതി നടപടിക്കെതിരെയും അപ്പീൽ. പാകിസ്ഥാനെതിരെ പ്രധാനമന്ത്രി. അനുഭവത്തിൽ നിന്ന് പാകിസ്ഥാൻ പാഠം പഠിച്ചില്ലെന്ന് നരേന്ദ്രമോദി. ഭീകരവാദത്തെ ശക്തമായി നേരിടുമെന്നും മുന്നറിയിപ്പ്. കാർഗിൽ വിജയ് ദിവസിൽ ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രമർപ്പിച്ച് പ്രധാനമന്ത്രി. ഇടുക്കി കല്ലാർവാലി എസ്റ്റേറ്റിൽ സംഘർഷം. നിരവധി തൊഴിലാളികൾക്ക് വെട്ടേറ്റു. സംഘർഷത്തിന് കാരണം മാനേജ്മെന്റുകൾ തമ്മിലുള്ള തർക്കം. കായിക ലോകത്തെ വരവേൽക്കാൻ ഒരുങ്ങി പാരീസ്. 33ാമത് ഒളിമ്പിക്സിന് ഇന്ന് ഔദ്യോഗിക തുടക്കം. രാത്രി 11-ന് വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങുകൾ. PV സിന്ധു ഇന്ത്യൻ പതാകയേന്തും. കർണാടക ശിരൂരിൽ